ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ഡു ഇറ്റ് ബൈ ആദിത്യ KV. ഇത് നമ്മുടെ സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വ്ളോഗിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കല്യാണത്തിന് മുമ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ വീഡിയോ ക്ലിപ്സ് എല്ലാം ആഡ് ചെയ്ത് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെഡ്ഡിങ് കാർഡ്സ് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾക്കിങ്ങനെ ഓരോരോ സെറ്റായിട്ട് 3 പേർക്കും തന്നിട്ട് ഞങ്ങളോട് കവറൊക്കെ ഇട്ട് വെക്കാൻ പറയണം. 3 പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയായി തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇട്ട് കഴിച്ചു കേട്ടോ. എനിക്ക് സത്യം പറയുന്നത് കാർഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു കാർഡായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വെഡ്ഡിങ് കാർഡ്. കല്യാണത്തിന് 4-5 ദിവസം മുമ്പ് തന്നെ ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോകുന്ന വഴിയിട്ടത്. ഹലോ ഗൈസ്, നമ്മളിന്ന് മെഹന്തി ഇടാൻ പോവാണ്. അപ്പോൾ ഞാനും ബിബിയും ബന്ധുവും നാഫിയും കൂടെ മെഹന്തി ഇടുന്ന വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അറിയുന്നൊരു കുട്ടി തന്നെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ ആളിന്ന് ഗൾഫ് പോവാണ്. അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഇട്ടിട്ട് വേണം ആ കുട്ടിക്ക് പോകാൻ. അപ്പോൾ നമുക്ക് വേഗം പോവാം. നാച്ചുറൽ മെഹന്തി ഉണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ആ കുട്ടി എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഡിസൈനായിരുന്നു. പുറത്തും അകത്തും നല്ലപോലെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അകത്ത് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും വീട്ടിലെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല ഡിസൈൻസ് ആയിരുന്നു. അതുപോലെ തന്നെ വേഗം ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ മെഹന്തി ഇടുന്ന കുട്ടി എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവളാണ് പറഞ്ഞത് നല്ലപോലെ ഇടും, നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്ന അവളാണ് കേട്ടോ. പിന്നെ ഞാനും എൻ്റെ ബ്രദറും അതുപോലെ സിസ്റ്ററും കൂടിയാണ്. ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. പിന്നെ വീട് കാണിച്ചു തരാൻ അതും എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ട് നാഫിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇട്ട് കഴിഞ്ഞത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ടല്ലോ, അത് ഒരുപാടായിരുന്നു. താങ്ക്സ് ടു ജെസ്സി. അതുപോലെ തന്നെ അവൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇടയിലായിട്ട് ആളുടെ പേജിലും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി വിശപ്പൊക്കെ തുടങ്ങി. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് വാങ്ങിയിട്ട് വന്നാണ്. എൻ്റെ അനിയത്തിയാണ്, അപ്പോൾ അവളെനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ബൈക്കിൽ വന്ന പോലെ പോകാനേ പറ്റില്ല, കാരണം ഇത് വെച്ചിട്ട് നമ്മൾ ബൈക്കിൽ പിടിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ. അപ്പോൾ അച്ഛൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 days കഴിഞ്ഞിട്ടാണ് ഈ ഒരു കളർ വന്നത്. പിന്നെ ഹൽദിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ നല്ല മൊമെൻറ്റ്സ് ഉള്ള സമയത്ത് വീഡിയോ എടുക്കാൻ ഞാൻ വിടും. പിന്നെ എല്ലാവരും തന്നെ നല്ലപോലെ ബിസി ആയിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും എല്ലാവരും ഒരാൾ പോലും ഒരു നിമിഷം എന്താ പറയുക വെറുതെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു. ഹലോ, കല്യാണത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയണം അച്ഛമ്മ, ഫോട്ടോ അല്ല അനങ്ങളാ. എന്താ പറയണ്ടേ? കല്യാണത്തിനെ കുറിച്ച് പറയും. കല്യാണത്തെ കുറിച്ച് 2 വാക്ക് പറയണം. എൻ്റെ മകളുടെ കല്യാണം കാണാൻ ഈ പ്രാവശ്യം ഞാനുണ്ട്. ഇനിയൊന്നും ഉണ്ടാകില്ല. ഇതൊന്ന് കാണണമെന്നുണ്ട്. കാണുകയും ചെയ്യും, ഞാൻ പോവുകയും ചെയ്യും. ഗൈസ്, ഇതാണ് എൻ്റെ അമ്മമ്മ. ഞാൻ അച്ഛമ്മ എന്ന് വിളിക്കാം. അമ്മമ്മൻ്റെ എന്താണ് മനസ്സിലുള്ള അമ്മമ്മ പറഞ്ഞു കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. നല്ല വാക്കാണ്. കല്യാണത്തിന്റെ തലേനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. വൈകുന്നേരം തലേന്ന് ഫുഡ് കഴിക്കണില്ല, ആ ഒരു സമയം അങ്ങനെയല്ല, അതെല്ലാം മറ്റേ ഡാൻസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത് കല്യാണം. അപ്പൊ ഗായ്സ് എൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെൽക്കം. ഇവിടെ നമ്മൾ തലേ ദിവസത്തെ പരിപാടി ഉണ്ടോ ഇവിടെ. പിന്നെ നമ്മുടെ കല്യാണമൊക്കെ ഓഡിറ്റോറിയത്തിലാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് വരുന്നത്, കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഹൽദി ടൈമിൽ ഫുഡ് കഴിക്കുന്നുണ്ടാവുക. ഇതെൻ്റെ ഒരു വലിയ അമ്മൻ്റെ കുറച്ച് വീടാണ്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ
ഇവിടെ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ കല്യാണത്തിനും ഹൽദിക്കും വേണ്ടി ഡാൻസ് പ്രാക്ടീസൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഹൽദിക്കാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഞങ്ങൾ വ്ളോഗൊന്നും എടുത്തില്ല. എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും എടുത്തില്ല. ഞാനും തിരക്കിൽപ്പെട്ടു, എല്ലാവരും തിരക്കിൽപ്പെട്ടു. പിന്നെ അതൊന്നും ഓർത്തില്ല, അതാണ് ഉണ്ടായത്. പിന്നെ എന്താണ് ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞങ്ങളെല്ലാവരും മൈലാഞ്ചി ഇട്ട ദിവസം അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത ദിവസം അപ്പോൾ ഞങ്ങൾ ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ അധികം പ്രാക്ടീസൊക്കെ ചെയ്ത് വീഡിയോകളൊക്കെ എടുത്തു വെച്ചു. പക്ഷേ ട്രാൻസിഷൻ എടുക്കാനുള്ള ഒരു ചിന്തയൊന്നും വന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും എന്താ പറയുക തിരക്കും, അതുപോലെ തന്നെ എല്ലാ കല്യാണങ്ങൾക്കും ഉള്ളതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മൈലാഞ്ചി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതെന്താടി അത് എന്നെ നീ വീഡിയോയിൽ ഒഴിവാക്കിയത്? നിങ്ങള് വിവേകണ്ടവരെത്തിയിട്ട് ടാക്സി ആരാ മൈലാഞ്ചി ഇട്ടേന്ന്? അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID നമ്പർ ഒക്കെ കൊടുക്കണം. വിവേകേട്ടാ ഇനിയും കൈകൾ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ കാരണം അതിൽ തന്നെ ഇടും ഇൻസ്റ്റാഗ്രാമിന്റെ ചിഹ്നം പ്ലസ് നിഖിൽ നിക്സ് എന്നൊക്കെ ഫോട്ടോ. ഹലോ ഗൈസ്, ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് 2 മെഹന്തി ആർട്ടിസ്റ്റുകളിനെയാണ്. DM ഫോർ നിഖിൽ നിക്സ് ആൻഡ് DM ഫോർ വിവേക് കോട്ടായി. പിന്നെ അനുഷ വിശ്വനാഥ് കലേക്കാടിന് DM ചെയ്തിട്ട് കാര്യമില്ല, ആളുടെ തന്നെ ഇട്ട് കഴിയുമ്പോഴേക്കും രാമന്തിയോളം ആവും തോന്നുന്നു. കല്യാണം കഴിഞ്ഞ് ഇട്ട് കഴിയുമോ? ആർട്ടിസ്റ്റുകളെ കാണിച്ചു, ആർട്ടും കൂടെ കാണിച്ചു. ആർട്ട് ഞാൻ കാണിച്ചു തരാം. നിഖിൽ നിക്സിന്റെ ആർട്ടാണ് ഈ കിടക്കുന്നത്, ഡ്രീം ക്യാച്ചർ. പിന്നെ ഒരു തെയ്യന്തറിയുണ്ട്. ഇത് ഈ ഹൽദിന്റെ താഴെയുള്ള ഈ ഒരു ഇതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കലാകാരൻ. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്? എന്താണ് പ്രതീക്ഷിക്കുന്നത് മോളെ? വട്ടുട്ട് കളിക്കും. മൈലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മ എല്ലാവർക്കും കൂടെ ചോറെടുത്ത് വാരി തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേയധികം നല്ല നല്ല മൊമെൻറ്റ്സിലൂടെ പോയിട്ട് വന്ന പോലെ എനിക്കൊരു ഫീലുണ്ട്. കാരണം നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ. പിന്നെ പാട്ടൊക്കെ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു, അത് തന്നെ ഒരുപാട് വീഡിയോസൊന്നും നമ്മളിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹൽദിക്കാണെങ്കിലും ഞാൻ കല്യാണത്തിനാണെന്നുണ്ടെങ്കിലും എനിക്കൊന്നും എടുക്കാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.